എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. പക്ഷേ ശ്രീ അബിൻ വർക്കി മോശമായൊരു പരാമർശം എഴുതി വെച്ചാൽ ശ്രീ അബിൻ വർക്കി ഒരു മോശമായ പരാമർശവും എഴുതി വെച്ചിട്ടില്ല. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. വീണ വിജയനെ കുറിച്ച് മോശമായ പരാമർശം എഴുതി വെച്ചിട്ടില്ല. വസ്തുതാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് അത് എന്താണ് കരാറുകൾ എന്നത് വെച്ചാണ് എഴുതി വെച്ചത്. മോശമായ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ആരും അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും വന്നിട്ടില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ അതിനുള്ള ഉത്തരം രാഷ്ട്രീയമായി പറയേണ്ടത് CPM ആണ്. താങ്കൾ ആലോചിച്ച് പറഞ്ഞോളൂ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഉപദ്രവമല്ലാതെ എന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ട്, അത് നിയമപരമാണ്. ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ ഇടപാടും ഇതിനകത്തില്ല എന്ന 3 വാചകത്തിൽ ശ്രീ അനിൽകുമാറിന് ഈ സംശയങ്ങളൊക്കെ തീർക്കാമായിരുന്നു. താങ്കൾക്ക് അതിന് കഴിയുന്നില്ല എന്നത് ഓർമ്മിപ്പിച്ച് തന്നെ ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ആദ്യമായിട്ടല്ല ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. കാരണം ഈ 2007 തന്നെ ജസ്റ്റിസ് സുകുമാരൻ എന്ന് പറയുന്ന റിട്ടയർഡ് ജസ്റ്റിസ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഈ മാഫിയ വളർത്തുന്നത് പിണറായി വിജയനും MK ദാമോദരനും എന്നായിരുന്നു ആ പ്രസ്താവന. അപ്പോൾ അത് 2008 ജൂലൈ മാസത്തിൽ മനോരമ പത്രത്തിലാണ് അത് അച്ചടിച്ചു വന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട പിണറായി വിജയനും ശ്രീ MK ദാമോദരനും ചേർന്ന് ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചാനൽ ഉടമകളായ മനോരമയ്ക്കെതിരെയും അന്ന് മാനനഷ്ട കേസ് കൊടുത്തിരുന്നു. ഈ മാനനഷ്ട കേസ് കോടതിയിൽ വന്നപ്പോൾ, തലശ്ശേരി കോടതിയിൽ വന്നപ്പോൾ ഈ ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇതിൻ്റെ രേഖകൾ മുഴുവനുണ്ട്, ഞാൻ തന്നെ വാദിച്ച് ഇത് ജയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അന്ന് പേടിച്ചു വരണ്ടുപോയ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പൊയ്മുഖം ഇന്ന് അഴിഞ്ഞു വീണതാണ്. ഈ നമ്മൾ തമിഴ്നാട്ടിലെ ശശികലനെ കുറിച്ചൊക്കെ മന്നാർഗുഡി മാഫിയ എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാത്തിലും കമ്മീഷൻ, ജയലളിത ഭരിക്കുമ്പോൾ കമ്മീഷൻ മേടിക്കുന്ന ഭരണത്തിന് പുറകിലുള്ള സംഘം എന്ന് പറഞ്ഞ പോലെ മക്കൾ മാഫിയാണ് കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ ഭരണത്തിൽ. വിഷയത്തിലേക്ക് വന്നാൽ ഇതെന്താ പ്രശ്നം? ഇപ്പോൾ CMRL എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി ചിലവ് കൂടുതൽ കാണിച്ച് നികുതി വെട്ടിക്കാൻ ശ്രമിച്ചു എന്നൊരാരോപണം വന്നു. ആ ആരോപണത്തിന്മേൽ അവരുടെ ഓഫീസിൽ റെയ്ഡുകൾ നടത്തി അവരുടെ രേഖകൾ പിടിച്ചെടുത്തു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഈ രേഖകൾ പിടിച്ചു കഴിയുമ്പോൾ ഇൻകം ടാക്സുമായിട്ട് ഈ കമ്പനിക്ക് സെറ്റിൽമെന്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ നിയമപരമായി തന്നെയുണ്ട്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അങ്ങനെ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വരുന്നു. സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വരുമ്പോൾ അവർ കൊടുത്തിട്ടുള്ള പണം, അവർ ഏത് രീതിയിൽ ചെലവഴിച്ചിട്ടുള്ള പണം, ഇതിൻ്റെയൊക്കെ രേഖകൾ ഈ സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല. പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ കമ്പനിയും സെറ്റിൽമെന്റ് ബോർഡും രണ്ടുപേരും സമ്മതിച്ചു പരിശോധിക്കുന്നതും രണ്ടുപേരും തമ്മിൽ ഒരു മീഡിയേഷൻ നടത്തുന്നതുമായ പ്രവൃത്തിയാണ് ഈ സെറ്റിൽമെന്റ് ബോർഡിൽ നടക്കുന്നത്. ഇത് പുലിവാലാവട്ടെ അംസക്ക, നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നപ്പോഴാണ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 4 കൊല്ലം കൊണ്ട് 1,72,00,000 രൂപ അനധികൃതമായി കൊടുത്തു എന്നുള്ള ഒരു ആരോപണം വരുന്നത് ആ സെറ്റിൽമെന്റ് ബോർഡ്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. സ്വാഭാവികമായിട്ട് ഈ കമ്പനിയുടെ പ്രതിനിധികളുമായിട്ട് ഇവർ ചോദ്യം ചെയ്യലിന് ഇവർ മൊഴി കൊടുക്കണം. ആദ്യം ഇതിൻ്റെ ഫിനാൻസ് ഹെഡ് K. സുരേഷ് കുമാറിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു മാസം 3 ലക്ഷം രൂപ വീതം എക്സാലോജിക് സൊല്യൂഷൻസിനും 5 ലക്ഷം രൂപ വീതം വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾക്കും കൊടുത്തിരുന്നു. 2017 ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ കരാർ സംബന്ധമായ യാതൊരു പ്രവൃത്തിയും ആ കമ്പനിയിൽ നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും IT-യുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ആ കമ്പനികളുടെ IT ഹെഡ് N. ചന്ദ്രശേഖറിൻ്റെ മൊഴിയെടുത്തു. N. ചന്ദ്രശേഖർ പറഞ്ഞു, IT-യുമായി ബന്ധപ്പെട്ട, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തൊരു കമ്പനിയെയും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല, അവരത് ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞു. സെറ്റിൽമെന്റ് ബോർഡിൽ അടുത്ത മൊഴി കൊടുത്തത് സാക്ഷാൽ ഇവർ ഈ പറയുന്ന CMRLന്റെ MD ഈ കർത്ത തന്നെ പറയുകയാണ്, ഒരു രീതിയിലുള്ള സർവീസോ ഒരു രീതിയിലുള്ള കൺസൾട്ടൻസിയോ ഒരു രീതിയിലുള്ള സോഫ്റ്റ്വെയർ മെയിൻ്റനൻസോ
ഈ കമ്പനി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ തൊട്ടടിച്ചു മാറ്റി എന്നെ സംശയിക്കരുത്. എന്ന് പറഞ്ഞാൽ 1,72,00,000 രൂപ എന്തിനു വേണ്ടിയിട്ടാണ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ആള് മേടിച്ചത്? ഇതാണ് ഇതിലെ പ്രശ്നം. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ആ പ്രശ്നത്തിലേക്ക് വന്നപ്പോഴാണ് 51ാമത്തെ പേജിൽ, ഇപ്പോൾ 71 പേജൊന്നും ബഹുമാനപ്പെട്ട അനിൽകുമാറേട്ടൻ വായിക്കണ്ട, 51ാമത്തെ പേജിൽ ഇവരതിന്റെ ഡിസിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡിസിഷനിൽ പറയുന്നത് ഈ പണം കൊടുത്തത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ്റെ മകളായതുകൊണ്ട് അത് അനധികൃതമായി ഇല്ലീഗലായി കൊടുത്തതാണ് എന്ന് ഈ കമ്പനിയും സമ്മതിക്കുന്നു, ഈ സെറ്റിൽമെന്റ് ബോർഡും കണ്ടെത്തുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് 1,72,00,000 രൂപ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ 4 കൊല്ലമായി നിങ്ങൾ തന്നെ ആരോപണ വിധേയരെന്ന് പറയുന്ന ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചത്? അതിന് തന്നാരും വിളിച്ചില്ല. മേടിച്ചു എന്നുള്ള കാര്യത്തിൽ അനിൽകുമാറിയേട്ടന് സംശയമില്ല, മേടിച്ചു എന്നുള്ള കാര്യത്തിൽ CMRL സംശയമില്ല, ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. മേടിച്ചു എന്നുള്ള കാര്യത്തിൽ സെറ്റിൽമെന്റ് ബോർഡിന് സംശയമില്ല. ഇനി ഒറ്റ കാര്യത്തോടെ പറയാം, മേടിച്ചു എന്നുള്ള കാര്യത്തിൽ ശ്രീമതി വീണ തൈക്കണ്ടിയിലും സംശയമില്ല. കാരണം എന്താ? അവർ ഇതേവരെ അത് മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഇല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വന്ന് യാതൊരു സർവീസും ചെയ്യാതെ 1,72,00,000 രൂപ മേടിച്ചു എന്നൊരു ആരോപണം വന്നിട്ട് ഈ നിമിഷമായിട്ട് എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഇവർ ഈ പറയുന്ന ബ്രഹ്മാണ്ഡ കമ്പനി, ഈ കമ്പനി ഇതേവരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ? പക്ഷേ ഇതിൽ നിന്ന് ശ്രീ അബിൻ വർക്കി, വ്യക്തമാകുന്നത് ശ്രീ അനിൽകുമാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ചോദിച്ചതിൽ മുഖ്യമന്ത്രിയുടെ ഒരേ ഒരു മകളായതുകൊണ്ട് ഒരു പോയിന്റ്, എന്തിന് വീണ വിജയൻ അത് പറയണം എന്നുള്ളതാണ്. വീണ വിജയനെതിരെ നിയമ നടപടിയില്ല. എന്തായി? എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഇൻകം ടാക്സ് അവരോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. ഈ തട്ടിപ്പ് വെട്ടിപ്പ് എന്നതൊക്കെ CMRL-നെതിരെ, കർത്തായുടെ കമ്പനിക്കെതിരെ മാത്രമാണ് ഇപ്പോൾ ആരോപണമുള്ളത്. അപ്പോൾ എക്സാലോജിക്ക് എന്തിന് മറുപടി പറയണം? വീണ വിജയൻ എന്തിന് മറുപടി പറയണം? ഓഹോ, അങ്ങനെയാണല്ലേ. അനിൽകുമാരേട്ടൻ ഈ പെട്ടെന്ന് ചെന്ന് കുഴി ചാടിയതായി, വികാരഭരിതനായി കുഴി ചാടിയതാ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇത് തന്നെയാണ് അനിൽകുമാരേട്ടാ, ഈ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും ഒരു പേര് കണ്ടാൽ ED കയറി ഇറങ്ങി നിരങ്ങും. ആരുടെ? കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ. പക്ഷെ എന്താണ് അനിൽകുമാരേട്ടാ, ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ ആരോപണം. കൈതോലപ്പായിൽ പണം കൊണ്ടുപോയി ആരോപണമാ. ആർക്കെതിരെയാ? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ. ഇതേവരെ ED അങ്ങ് എത്തി നോക്കിയിട്ടില്ല. രണ്ടാമത്തെ ആരോപണം സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഒരാൾ പറഞ്ഞു ഇതിന്റെ മുഴുവൻ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഈ വീണ വിജയനാണെന്ന് പറഞ്ഞു. ഇതേവരെ ED എത്തി നോക്കിയില്ല. ഇനി ഇത്രയും കൃത്യമായിട്ട് ഈ EDയുടെ സെറ്റിൽമെന്റ് ബോർഡ്, ഈ സെറ്റിൽമെന്റ് ബോർഡിലെ പ്രധാനപ്പെട്ട കാര്യം ഷാനിയും ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത്, ഇത് കമ്പനിയും സമ്മതിച്ച കാര്യമാണ്, സെറ്റിൽമെന്റ് ബോർഡ് സമ്മതിച്ച കാര്യമാണ്. അതായത് ഇതിൽ ഡിസ്പ്യൂട്ട് ഇല്ല. ആ ഡിസ്പ്യൂട്ട് ഇല്ല എന്ന് പറയുമ്പോൾ അനധികൃതമായാണ് പണം കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇതേവരെ EDക്ക് എത്തി നോക്കാൻ പറ്റിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.